ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാതെ കൊണ്ടുപോയതിൽ പയ്യന്നൂർ തഹസിൽദാർ പോൾ KP സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകിയെന്ന വാർത്തയാണ് വരുന്നത്. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, ഗുരുതര വീഴ്ച വന്നിരിക്കുകയാണ്. പക്ഷേ അല്പം വൈകിയെങ്കിലും ഇതാ കൃത്യമായ നടപടി കൂടി എടുക്കുന്നു. പയ്യന്നൂർ തഹസിൽദാരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേ വിനിത, മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ സ്വന്തം ജീവൻ വെടിഞ്ഞ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അനാദരവുണ്ടായി എന്ന പരാതി വ്യാപകമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ നടപടി റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ ഇല്ലാതെ കൊണ്ടുപോയ സംഭവത്തിലാണ് ഇപ്പോൾ പയ്യന്നൂർ തഹസിൽദാറിനെ സസ്പെൻഡ് ചെയ്യാൻ റവന്യൂ മന്ത്രിയായ AP അനിൽകുമാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പയ്യന്നൂർ തഹസിൽദാർ പോൾ KP സസ്പെൻഡ് ചെയ്യാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് മന്ത്രി പറഞ്ഞതാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത്. റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ നടപടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നടപടി ഉണ്ടായിരിക്കുന്ന തഹസിൽദാർക്കെതിരെ തന്നെ ആദ്യഘട്ടത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു. രാജേഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിക്കുന്നുണ്ട്. വലിയ ആദരവ് സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലഭിച്ച രാജേഷിനെ സംബന്ധിച്ച് രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവരുന്നതിൽ വലിയ അനാദരവായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചിരുന്നത്. തഹസിൽദാരുടെ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് സംഭവിച്ചിരുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വിശേഷം കേരളത്തിന്റെ വലിയൊരു മാതൃകയായിരുന്നു രാജേഷിലൂടെ കണ്ടിരുന്നത്. ലോകത്തു നിന്നുൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വലിയ ആദരവ് ഉൾപ്പെടെ ലഭിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിനുൾപ്പെടെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് വലിയ നാണക്കേടായി മാറി. ആ ഒരു സംഭവത്തിൽ തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പയ്യന്നൂർ തഹസിൽദാറായിട്ടുള്ള പോൾ KP ആണ് സസ്പെൻഡ് ചെയ്യാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് ഇപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം ലഭ്യമായിരുന്നു. അതുകൂടി ഒന്ന് കാണാം. ഈ മൃതദേഹം എംബാം ചെയ്തതോ അതുമായി ബന്ധപ്പെട്ട നടപടികളോ തഹസിൽദാർ എന്നുള്ള നിലയിൽ അതൊരു സാങ്കേതിക വിഷയങ്ങളാണ്. അത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉള്ള നടപടിക്രമങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ ബന്ധുക്കളും ആളുകളും അങ്ങനെ ഒരു ആരോപണമോ കാര്യമോ ഉന്നയിച്ചിരുന്നില്ല. അവർ വളരെ എല്ലാവരോടും നന്ദി പറഞ്ഞ് വളരെ തൃപ്തിയോടു കൂടിയാണ് പോയത്. നമ്മുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. ഓരോ പ്രശ്നങ്ങളും ഓരോരോ സമയത്ത് അവതരിപ്പിച്ചപ്പോൾ അതിന് ഞങ്ങൾ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്ന ജില്ലാ കളക്ടർ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഞാൻ തഹസിൽദാർ എന്നുള്ള നിലയിൽ തീർച്ചയായും ചെയ്തിട്ടുണ്ട്. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. വീണ്ടും മുബഷീർ, അതായിരുന്നു ഈ തഹസിൽദാരുടെ ന്യായീകരണം എന്ന് പറയുന്നത്. ആരോഗ്യ വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അതിൽ കൃത്യമായ ഒരു മേൽനോട്ടം ഉണ്ടായില്ല എന്നത് മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിനിടെയാണ് രാജേഷ് മരിക്കുന്നത്. അതിനു വേണ്ടുന്ന ഒരു ആദരവ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും, അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിച്ചതെങ്കിൽ പോലും ഒരു ഉത്തരവാദിത്തം അത് കൃത്യമായി നിറവേറ്റിയില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വലിയ പരാതി തന്നെയായിരുന്നു തഹസിൽദാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നത്. ഫ്രീസറില്ലാത്ത ആംബുലൻസ് നൽകി മരിച്ച രാജേഷിന്റെ മൃതദേഹത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങിയിരുന്നു. പഴുപ്പ് ഉൾപ്പെടെ ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട സംവിധാനമില്ലാത്ത ആംബുലൻസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തത് മൂലം ആ ഒരു ഘട്ടത്തിൽ ആവശ്യം ഉന്നയിച്ചതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം തഹസിൽദാർക്കെതിരെ വന്നത് ഈ മൃതദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി എന്നുള്ളതായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു ആരോപണം വന്നത്. തൊട്ടു പിന്നാലെയായിരുന്നു വിചിത്ര ന്യായീകരണവുമായിട്ട് തഹസിൽദാർ തന്നെ രംഗത്ത് വന്നിരുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. റവന്യൂ മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞതാണ് നടപടി ഉണ്ടാകും, ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. കാരണം രാഷ്ട്രീയ ഭേദമന്യേ വലിയ ഒരു ആദരവായിരുന്നു രാജേഷിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നത്. കാരണം സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ടായിരുന്നു മറ്റൊരു ജീവൻ രക്ഷിക്കാൻ രാജേഷ് തയ്യാറായിരുന്നത്. രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ തന്നെ നടന്ന ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മൃതദേഹം ലഭിച്ചിരുന്നത്. അതിനുശേഷം പൂർണ്ണമായുള്ള ബഹുമതികളോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് വേണ്ടി മൃതദേഹം കൊണ്ടുവന്ന സമയത്തായിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ താഴെത്തട്ടിൽ തന്നെ വലിയ വീഴ്ച സംഭവിച്ചതായി ആ ഒരു ഘട്ടത്തിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. മന്ത്രി ഉൾപ്പെടെ ആ ഒരു വിഷയത്തിൽ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ചോദിക്കുന്നു. റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ അടിയന്തര നടപടിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തഹസിൽദാറെ അന്വേഷണ വിധേയമായിട്ട് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. കേവലം തഹസിൽദാറെ മാത്രമല്ല സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, തുടർ നടപടികളുണ്ടാകും. കാരണം കേരളത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിട്ട് ഇത് മാറിയിരുന്നു.
അത്രയധികം ആദരവ് ഏറ്റുവാങ്ങിയ ഒരു സംഭവത്തിൽ ആ മൃതദേഹത്തോട് കാണിച്ച വലിയ അനാദരവായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കേവലം ഒരു ഉദ്യോഗസ്ഥന് മാത്രമല്ല, മറിച്ച് ഈ ഒരു സംഭവത്തിൽ പങ്കാളിയായിട്ടുള്ള നിരുത്തരവാദമായി പെരുമാറിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തുടരുമെന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ. അല്പസമയത്തിൽ തന്നെ മന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പയ്യന്നൂർ തഹസിൽദാറായിട്ടുള്ള പോൾ കെ.പി.യെ ഇന്ന് രാവിലെ ഉൾപ്പെടെ നമ്മളിപ്പോൾ കേട്ട ബൈറ്റിലൂടെ വിചിത്ര ന്യായീകരണം ഉന്നയിച്ച പോൾ കെ.പി.യെ സസ്പെൻഡ് ചെയ്യാനാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ വിവരമാണ് ആദ്യമായിട്ട് റിപ്പോർട്ടർ ടിവിയിലൂടെ നമ്മൾ പുറത്തുവിടുന്നത്. പോൾ പറയുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതുകൂടി ഇതിൽ അന്വേഷിക്കേണ്ടതാണ്, അല്ലെ? അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. മരിച്ച രാജേഷിന്റെ മൃതദേഹത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട മൃതദേഹം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യമില്ലാത്തത് മൂലം മൃതദേഹത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങിയ കാഴ്ചയുണ്ടായിരുന്നു. ശരീരത്തിൽ മുറിവേറ്റ ഭാഗത്തു നിന്നൊക്കെ തന്നെ രക്തമൊലിക്കുന്ന കാഴ്ചയുൾപ്പെടെയുണ്ടായിരുന്നു. എങ്ങനെയാണ് അത്തരം നിരുത്തരവാദപരമായിട്ട് ഉദ്യോഗസ്ഥർക്ക് പെരുമാറാൻ സാധിച്ചത് എന്ന സാമാന്യമായിട്ടുള്ള ചോദ്യമായിരുന്നു നാട്ടുകാർ ഉന്നയിച്ചത്. കേവലം ഈ പറയപ്പെടുന്ന തഹസിൽദാറും മറ്റുദ്യോഗസ്ഥരും മാത്രമല്ല, ആരോഗ്യ വകുപ്പിനുൾപ്പെടെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചതാണെന്ന ആരോപണം ഗുരുതരമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ പരിശോധന നടക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. വിനിത, ശരി, അതാണ് തീർച്ചയായും. രാജേഷ് എന്നത് നമുക്കറിയാം, സ്വന്തം ജീവൻ വെടിഞ്ഞതാണ്. അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനിടെ അത്യധികം ആദരവോടെ നമ്മൾ അദ്ദേഹത്തെ യാത്ര അയക്കേണ്ടതായിരുന്നു. അവിടെയാണ് ഈ ഗുരുതരമായ വീഴ്ച സംഭവിച്ചത്.